നമ്മൾ എന്താണ് ഈ പുതിയതായിട്ട് ഓസ്ട്രേലിയ വന്നവർക്ക് എന്താണ് ഈ സൂപ്പറാനുവേഷൻ എന്നുള്ള ഒരു അറിവ് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഓസ്ട്രേലിയൻ മല്ലു ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾക്കറിയാം, ഞാൻ കുറച്ച് നാളുകളായിട്ട് ഞാനും ജോബിനുമായിട്ടുള്ള പല വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോബിന് എങ്ങനെയുണ്ട് നമ്മുടെ ബിസിനസ്? നന്നായിട്ട് പോകുന്നുണ്ടേ, കുഴപ്പമില്ല. ഓക്കെ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആൾക്കാരെ വിളിക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ വിളിക്കാറുണ്ട്. നമ്മള് പല കാര്യങ്ങളും ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഒത്തിരി പേർക്ക് ഈ വീഡിയോ വഴി ഉപകാരപ്രദമായ നോളജ് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിലെ ആ ഒരു മെയിൻ ഡിസിഷനിൽ ഹെൽപ്ഫുൾ ആകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും നമുക്ക് വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ്. അപ്പം എന്താണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്ട്? ഇന്നത്തെ സബ്ജക്ട് നമ്മള് ലോണുമായിട്ട് റിലേറ്റഡ് അല്ല, എന്നിരുന്നാലും നമ്മുടെ ഇവിടുത്തെ ലൈഫില് വേണ്ട ഒരു അറിവാണ് സൂപ്പർ ആനുവേഷൻ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സബ്ജക്ട്. ശരി, സൂപ്പർ ആനുവേഷൻ. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും സൂപ്പർ ആനുവേഷൻ ഉള്ളതാണ്. അപ്പൊ അതായത് നമ്മുടെ പെൻഷൻ അല്ലെ, പെൻഷൻ ഫണ്ട് എന്ന് വേണേൽ പറയാം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പൈസ വിഡ്രോ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും അല്ലെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പൊ ആ വീഡിയോ ചെയ്തപ്പോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഈ സൂപ്പർ ആനുവേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ജനറൽ ഇൻഫർമേഷൻ ആണ്, അല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. എന്താണ് ഈ സൂപ്പർ ആനുവേഷൻ എന്നുള്ള ഒരു അറിവ് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ആദ്യമായി തന്നെ പറയുകയാണെങ്കിൽ ഈ സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വർക്കിംഗ് ലൈഫിൽ നമ്മൾ സേവ് ചെയ്യുന്ന, നമ്മുടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള റിട്ടയർമെന്റിന് വേണ്ടി സേവ് ചെയ്യുന്ന ഒരു പൈസയാണ് ഈ സൂപ്പർ ആനുവേഷൻ അല്ലെങ്കിൽ സൂപ്പർ ആനുവേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഇപ്പം അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായിട്ട് ഇപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളോടിപ്പം ഒരു ജോലി കിട്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു എംപ്ലോയർ അടുത്ത് ചെല്ലുമ്പം നമുക്കൊരു ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് തരും. എന്നിട്ട് അവർ ഇതെല്ലാം ഫില്ല് ചെയ്യാൻ പറയും. അതിനകത്ത് ATOയുടെ പേപ്പർ വർക്ക് കാണും, സൂപ്പർ ആനുവേഷന്റെ കാണും, ഇതെല്ലാം കാണും. അപ്പൊ ഈ സൂപ്പർ ആനുവേഷന് വരുമ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആണ്, അല്ല അറിയത്തില്ല നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പൊ ഈ ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ചോയ്സ് ഓഫ് ഫണ്ട് ഏതാന്നുള്ള എഴുതി ആ ഫണ്ടിന്റെ നമ്പർ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കാണ് ഇവര് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡിഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ എംപ്ലോയറുടെ ഏതാണോ ഇൻഡസ്ട്രി സൂപ്പർ ഫണ്ട് അവർ അതിലേക്കായിരിക്കും നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്കായിരിക്കും എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ സൂപ്പർ ഫണ്ട് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ 1992 സൂപ്പർ ഗ്യാരണ്ടി എന്ന് പറയുന്നത് മാൻഡേറ്ററി ആക്കി ലോ വന്നത്. 1992 ജൂലൈയിൽ അത് ലോ ആക്കി. അതായത് ഒരു എംപ്ലോയർ അടുത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും സർട്ടൻ പെർസെന്റേജ് ഓഫ് കോൺട്രിബ്യൂഷൻ എംപ്ലോയർ ഡെപ്പോസിറ്റ് ചെയ്യണം. നമ്മുടെ പേരിൽ നമ്മുടെ സൂപ്പർ ഫണ്ടിൽ ഇടണം. ഇതെന്തിനാ ആ സിസ്റ്റം കൊണ്ടുവന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷൻ ഗ്രോ ആകുന്നതിനനുസരിച്ച് ഇവിടുത്തെ പെൻഷൻ മാനേജ് ചെയ്യാനായിട്ട് പിന്നീട് ഫ്യൂച്ചറിൽ പാടാവും എന്നുള്ളത് കൊണ്ട് ആണ് ഈ സിസ്റ്റം മെയിൻ ആയിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഈ മാൻഡേറ്ററി സൂപ്പർ ഗ്യാരണ്ടി അല്ലെങ്കിൽ സൂപ്പർ ഗ്യാരണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞപ്പം ഇപ്പോഴത്തെ നിലവിൽ ഒരു എംപ്ലോയർ അടുത്ത് വർക്ക് ചെയ്യുന്ന നമ്മളെപ്പോലുള്ള എംപ്ലോയീസിനെല്ലാം ഒരു 11.5% ആണ് ഇപ്പം എംപ്ലോയർ കോൺട്രിബ്യൂഷൻ. അതായത് ഒരു വർഷം $100,000 $100,000 നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ $11,500 എംപ്ലോയർ നമ്മുടെ സൂപ്പർ ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം, അവരുടെ കോൺട്രിബ്യൂഷൻ ആയിട്ട് തരണം. അപ്പൊ ഈ ഫണ്ട് നമ്മള് ഒരു 20ാമത്തെ വയസ്സിലൂടെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ റിട്ടയർമെന്റ് ഏജ് ആയ 60 അല്ലെങ്കിൽ 67 എത്തുമ്പോഴത്തേക്ക് അതൊരു ലംസം ഒരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് മാറും. അതായത് ഓരോ വർഷം എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ എമൗണ്ട് അത്രയും വർഷം കൊണ്ട് നമ്മുടെ വർക്കിംഗ് ലൈഫ് ഒരു 30 അല്ലെങ്കിൽ 40 ഇയേഴ്സ് ആണെങ്കിൽ ആ ഒരു സമയം കൊണ്ട് ഇതൊരു ലംസം നല്ലൊരു എമൗണ്ട് ആയിട്ട് മാറുന്നുണ്ട്. കാരണം ഇവര് ഇൻവെസ്റ്റിംഗ് കൂടി ചെയ്യുവാണല്ലോ. അതെ. അപ്പം അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇപ്പം നമ്മളിപ്പം ഇവിടെ വന്ന് സെറ്റിലായ ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ പ്രധാനമായിട്ടും ഈ സൂപ്പർ ഫണ്ട് എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ പല ഇൻഡസ്ട്രി സൂപ്പർ ഫണ്ടുകളുണ്ട്. അപ്പൊ ഈ ഇൻഡസ്ട്രി സൂപ്പർ ഫണ്ടുകളിൽ
ഏതാണ് നമ്മൾ ചോയ്സ് ചെയ്യേണ്ടതെന്നുള്ളത് 3-4 കാര്യങ്ങളെ ബേസ് ചെയ്താണ്. അതിനകത്ത് നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് ഈ 10 വർഷത്തെ ഈ ഫണ്ടുകളുടെ പെർഫോമൻസ്. നമുക്ക് നെറ്റിൽ പോയി കഴിഞ്ഞാൽ കമ്പാരിസൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം മെയിൻ ആയിട്ടുള്ളത് ഓസ്ട്രേലിയൻ സൂപ്പർ, സീബസ്, എസ്ത, ഇങ്ങനെയുള്ള ഫണ്ടുകളാണ് മെയിൻ ആയിട്ടുള്ള സൂപ്പർ ഫണ്ടുകൾ, ഇൻഡസ്ട്രി ഫണ്ടുകൾ. അപ്പൊ ഈ ഫണ്ടുകളുടെ 10 ഇയറിലെ 10 വർഷത്തെ പെർഫോമൻസ് എത്രയാന്ന് നോക്കുക. ആ പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഓരോ വർഷവും എത്ര റിട്ടേൺ ഇവര് ഈ ഫണ്ടുകൾ നമുക്ക് തരുന്നുണ്ടെന്നുള്ളത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതിന്റെ ഫീസ് സ്ട്രക്ചർ ആണ്. ഈ ഓരോ ഫണ്ടുകളും ഓരോ വർഷം അല്ലെ മന്ത്ലി ഒരു ഫീസ് ചാർജ് ചെയ്യുന്നുണ്ട്. ആ ഫീസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഫീസ് ആണ്. നമ്മുടെ ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിനുള്ള അഡ്മിനിസ്ട്രേഷൻ ഫീസ്. പിന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് ചെയ്യുന്നതിന് അതിനൊരു ഫീസ് ഉണ്ട്. പിന്നെ കൂടാതെ ഒരു ഇൻഡയറക്ട് കോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫീസും ഉണ്ട്. ഈ 3 തരം ഫീസുകളാണ് ഈ സൂപ്പർ ഫണ്ടുകൾ ചാർജ് ചെയ്യുന്നത്. അല്ല, അന്നേരം ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നമുക്ക് ചൂസ് ചെയ്യാവോ ഏത് ഫണ്ട് വേണമെന്ന്? അതായത് ഇപ്പൊ എന്റെ എംപ്ലോയർ ചൂസ് ചെയ്യുന്ന ഫണ്ടാണോ, അതോ ഞാൻ ആസ് എ എംപ്ലോയി എനിക്ക് ഏത് ഫണ്ടും ചൂസ് ചെയ്യാം? ഏത് ഫണ്ട് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അത് ആ എംപ്ലോയർ പറയുന്ന ഡിഫോൾട്ട് ആയിട്ട് വേണമെന്നില്ല. നമ്മുടെ ഓൺ സൂപ്പർ നമുക്ക് ഏത് സൂപ്പർ വേണമെന്ന്, ഏത് ഇൻഡസ്ട്രി ഫണ്ട് വേണമെന്ന് ചൂസ് ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽ എംപ്ലോയറിന് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്കായിരിക്കും അവരുടെ കോൺട്രിബ്യൂഷൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പം ഈ നമ്മളിപ്പോ ഏത് സൂപ്പർ ആണ് എടുക്കുന്നുള്ളത് ഈ 10 ഇയർ പെർഫോമൻസ് കൂടാതെ ഇതിന്റെ ഫീസ് സ്ട്രക്ചർ. ഇപ്പൊ ഫീസ് 1% ഡിഫറൻസ് ഉണ്ടെന്ന് വെച്ചു ഓരോ ഫണ്ടുകൾ തമ്മിൽ. അപ്പൊ ആ നമ്മുടെ 40 ഇയർ വർക്കിംഗ് ലൈഫ് വരുമ്പോഴത്തേക്ക് അത് ഒരു ഹ്യൂജ് ഡിഫറൻസ് നമുക്ക് മേക്ക് ചെയ്യുന്നുണ്ട്. ഈ 1% ഫീസിലുള്ള ഡിഫറൻസ് തന്നെ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈ എല്ലാ സൂപ്പറുകളും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് റിട്ടേൺ കൂടുതൽ തരുന്നത്. നമ്മുടെ ഈ എമൗണ്ടിന് അവർ ഇൻവെസ്റ്റ് ചെയ്യുവാണ്. അപ്പൊ ഇവരുടെ പെർഫോമൻസ് എങ്ങനെയാന്നുള്ളത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതൊന്ന് ഗ്രാഫ് നോക്കി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫണ്ടാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്നത് ആവറേജ് എന്നനുസരിച്ചിട്ട് അപ്പൊ അങ്ങനെയുള്ള സൂപ്പറുകൾ നമ്മൾ ചൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ റിട്ടയർമെന്റ് ഫണ്ട് നമുക്ക് കൂടുതൽ കിട്ടും. അപ്പൊ ഒരു നല്ല ഡിഫറൻസ്, ഒരു ഹ്യൂജ് ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഡൗട്ട് കൂടിയുണ്ട്, നമുക്ക് ഈ ഇടയ്ക്ക് വെച്ച് സൂപ്പർ ഫണ്ടുകൾ മാറാമോ? അങ്ങോട്ട് കമ്പനികൾ മാറാം. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം പല ആൾക്കാരും ഇപ്പം ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളൊക്കെ ആദ്യകാലത്ത് വന്നപ്പം ഒരു എംപ്ലോയർ എടുത്ത്, ഇപ്പം എന്റെ തന്നെ ഒരു ഇത് ചെയ്യുവാണെങ്കിൽ ആദ്യം വന്നപ്പോൾ ഞാൻ എംപ്ലോയർ എടുത്ത് ഡിഫോൾട്ട് ആയിരുന്നു ടിക്ക് ചെയ്തിരുന്നത്. അവരൊരു ഇൻഡസ്ട്രി സൂപ്പർ ഫണ്ടിൽ എന്റെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അതിലേക്ക് കുറച്ച് നാള് എന്റെ സൂപ്പർ പോയി, ഒരു 2 ഇയേഴ്സ് പോയി. അത് കഴിഞ്ഞ് ഞാൻ ജോബ് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പുതിയൊരു സൂപ്പർ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തു. എന്റെ ഓൺ ചോയ്സ് ഉള്ള ഒരു സൂപ്പർ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തു. ആ സൂപ്പർ ഫണ്ട് പുതിയ എംപ്ലോയർക്ക് കൊടുത്തു. പക്ഷെ എന്റെ ആദ്യം ഉണ്ടായിരുന്ന എംപ്ലോയറുടെ സൂപ്പർ ഫണ്ട് വേറെയാണ്, കമ്പനി വേറെയായിരുന്നു. അപ്പൊ അത് 2 അക്കൗണ്ടും മെയിൻറ്റെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, 2 അക്കൗണ്ടും നിലനിൽക്കുകയാണ്. അപ്പൊ നമ്മളിപ്പം ആദ്യം ഉണ്ടായിരുന്ന ജോലി നമ്മൾ റിസൈൻ ചെയ്തു. അപ്പം അന്ന് അവിടെ അടച്ച ആ സൂപ്പർ ഫണ്ട് ഈ കമ്പനിയിലേക്ക് മാറും. ഈ കമ്പനിയിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറിയല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ആ കമ്പനി നമ്മൾ അവിടെ തന്നെ വെച്ചേക്കുവാണ്. നമ്മൾ ആദ്യകാലത്തൊന്നും വരുമ്പം ഈ സൂപ്പർ എന്നൊന്നും പറയുന്നത് നമുക്ക് അറിയത്തില്ല. എല്ലാരും പറയുന്നത് ഇതെന്തോ ഒരു ഫണ്ട്, ഇത് മരിക്കാറാകുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു സാധനം. പക്ഷെ നമ്മൾ ഈ സ്റ്റാർട്ടിങ് മുതലേ ഇത് കറക്റ്റ് ആയിട്ട് നോക്കി നമ്മൾ തീരുമാനങ്ങൾ എടുത്തെങ്കിലാണ് നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് ആകുമ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട്, ഇതൊരു റിട്ടയർമെന്റ് ഫണ്ടാണ്. നമ്മള് ഇത് നമ്മുടെ അല്ലെന്നുള്ളതാണ് പലരുടെയും വിചാരം. ഇത് എംപ്ലോയർ കൊടുക്കുന്നു, എന്തോ സംഭവിക്കുന്നു, അവസാനം ഒരു പൈസ കിട്ടും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ അനുസരിച്ചുള്ള ആനുപാതികമായിട്ടുള്ള പെർസെന്റേജ് ഓഫ് എമൗണ്ട് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അത് നമ്മുടെ ഓൺ മണിയാണ്. അപ്പൊ അതിനെ മാനേജ് ചെയ്യാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. അപ്പൊ ഈ 2 ഫണ്ടുകൾ വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ മൈ ഗോവിന്റെ സൈറ്റിൽ പോയി ATOയുടെ ഇതിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് റോൾ ഓവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫണ്ടിന്റെ 2 ഡീറ്റെയിൽ കൊടുത്തിട്ട് ഏത് ഫണ്ടാണോ നമ്മൾ ഇനി കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫണ്ടിലേക്ക് നമ്മുടെ ആദ്യത്തെ ഫണ്ട് ഇങ്ങോട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ആയിക്കോളും. അത് നമ്മൾ പോയി ചെയ്യണം. മൈ ഗവൺമെന്റ് വെബ്സൈറ്റിൽ പോകണം. അത് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ATOയുടെ വെബ്സൈറ്റ് ആണ്, അതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ഫണ്ട് ഏതാണോ ആ ഫണ്ടിന്റെ വെബ്സൈറ്റിൽ പോയാലും നമുക്ക് ഈ റോൾ ഓവർ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ലോസ്റ്റ് സൂപ്പർ.
ഇപ്പൊ ഇവിടെ യങ്ങായിട്ട് വന്നവരൊക്കെ ആണെങ്കിൽ പല ജോലികൾ ചെയ്ത് പിന്നീട് സെറ്റിൽ ആകുമ്പോൾ ചില സമയത്ത് ആൾക്കാർക്ക് കണ്ടിട്ടുണ്ട് 4-5 സൂപ്പർ അക്കൗണ്ട് ഉള്ള ആൾക്കാർ. അപ്പം റോൾ ഓവർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫണ്ടുകളെല്ലാം ചൂസ് ചെയ്തിട്ട് ഒരൊറ്റ അക്കൗണ്ടിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യകാലത്ത് തുടങ്ങിയ ഈ സൂപ്പർ ഫണ്ടുകൾ ഉണ്ടല്ലോ, ഇൻഡസ്ട്രി അക്കൗണ്ടുകൾ, ഇതെല്ലാം ഒരു അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഓരോ മാസം ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ പല അക്കൗണ്ടുകൾ കീപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ അക്കൗണ്ടിലും ഇതുപോലെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് കൊടുക്കുകയാണ്. അത് അവസാനം ഈ കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ലാതിരിക്കുന്ന ഫണ്ടുകൾ കുറെ നാൾ കഴിയുമ്പോൾ സീറോയിലേക്ക് എത്തും. അല്ലെങ്കിൽ നമ്മുടെ പൈസ നഷ്ടപ്പെടുത്തുക. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ കോൺട്രിബ്യൂഷൻ ചെല്ലുന്നില്ല. അപ്പൊ അവര് അവരുടെ ഫീസ് ഇങ്ങനെ എടുത്തോണ്ട് വരിക്കും. അപ്പൊ ഈ അല്ല, അന്നേരം വേറെ കാര്യം, അവര് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ? നമ്മള് നോക്കുന്നില്ല. ആദ്യകാലത്തൊക്കെ ചെല്ലുമ്പോ 2-3 വർഷമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാലൻസ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ എമൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ എമൗണ്ടേ കാണുള്ളൂ. അപ്പൊ അതിനകത്തൊന്നും അധികം ഈ ഫീസുകൾ കവർ ചെയ്യാനുള്ള എമൗണ്ട് ചിലപ്പോൾ കിട്ടുന്നില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ 3-4 അക്കൗണ്ട് കീപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെ ഉണ്ടെങ്കിൽ അതുവഴിയായിട്ട് നമുക്കാണ് നഷ്ടം. ഒരു ഫണ്ടിന് ഒരു ഫീസ്, അഡ്മിനിസ്ട്രേഷൻ ഫീസും ഇൻവെസ്റ്റ്മെന്റ് ഫീസും കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അക്കൗണ്ടുകൾ പലതുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ലോസ്റ്റ് സൂപ്പർ എന്ന് പറഞ്ഞ് മൈഗോവിലും ഉണ്ട്, നമ്മുടെ ഓൺ സൂപ്പറിന്റെ വെബ്സൈറ്റിലും പോയി കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാം. നമ്മുടെ പേരിൽ വേറെ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഇതിനെ ഒന്നായിട്ട് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള, റോൾ ഓവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് നമ്മൾ ഇതിനെ ഒന്നാക്കണം. അതാണ് ഒരു മേജർ കാര്യം. നമ്മൾ ഇപ്പൊ എനിക്കൊക്കെ അത് പറ്റിയിട്ടുള്ളതാണ്. ഞാനൊരു കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത് മനസ്സിലാക്കിയിട്ട് ഈ റോൾ ഓവർ ചെയ്ത് ഓട്ടോമാറ്റിക്കലി ചെയ്തത്. അപ്പൊ അത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഏരിയ ആണ്. നമ്മുടെ ഈ സൂപ്പർ ആദ്യകാലത്തൊക്കെ നമ്മൾ ഇതിനൊന്നും ഒരു സമയം കൊടുക്കുകയല്ല, അല്ലെങ്കിൽ നമുക്കിത് അറിയത്തില്ലാത്തത് കൊണ്ട്, നമ്മുടെ നോളജിലുള്ള ഒരു കുറവ് കൊണ്ട് എന്നാന്ന് വെച്ചാൽ നമ്മളിതാരും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ആൾക്കാരോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ പറ്റിയ അബദ്ധങ്ങളിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയാനുള്ളത്, നമ്മൾ ആദ്യകാലം മുതൽ തന്നെ ഇതിന്റെ ലോഗിൻ കീപ്പ് ചെയ്ത് കറക്റ്റായിട്ട് ഇതിന്റെ ഒരു അഡ്മിൻ ഫോൾഡർ കീപ്പ് ചെയ്ത് നമ്മൾ ഇതിനെ മോണിറ്റർ ചെയ്യണം. നിങ്ങളുടെ സൂപ്പർ ഫണ്ടിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്. അപ്പൊ ഈ ഫസ്റ്റ് ഇയർ അല്ലെ സെക്കൻഡ് ഇയർ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ 100,000 ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് എന്ന് പറയുന്നത് ഒരു 11,000 നമ്മുടെ ഫണ്ട് ഉള്ളൂ. അപ്പൊ ആദ്യത്തെ വർഷമോ രണ്ടാമത്തെ വർഷമോ ഒന്നും നമുക്കത് അത്രയും ഇത് വലിയൊരു സിഗ്നിഫിക്കന്റ് ആയിട്ട് ഫീൽ ചെയ്യല. അതേസമയം ഒരു 5 വർഷം അല്ലെ 10 വർഷം ആയി കഴിയുമ്പോൾ ഒരു 100,000 മാർക്കിലോട്ട് നമ്മുടെ ഈ ഫണ്ട് എത്തിക്കഴിയുമ്പോഴാണ് ഓരോ വർഷവും ഈ ഫണ്ടിന്റെ പെർഫോമൻസും റിട്ടേണും നമുക്ക് കാണാൻ പറ്റും. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വ്യത്യാസം കാണാൻ പറ്റും. അപ്പൊ ഈ അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫണ്ട് ഓരോ സൂപ്പർ ഫണ്ടുകൾക്കും ഡിഫോൾട്ട് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്തില്ലെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിഫോൾട്ട് ആയിട്ട് ഇടുക. അത് കാറ്റഗറി എന്ന് പറയുന്നത് ഒരു മിക്കവാറും ഫണ്ടുകൾ തന്നെ ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലായിരിക്കും, അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് നമുക്ക് ഫണ്ടുകളിൽ ഉള്ളത്. കൺസർവേറ്റീവ് അല്ലെങ്കിൽ ലോ ഗ്രോത്ത്, ബാലൻസ്ഡ് ഗ്രോത്ത് അല്ലെങ്കിൽ മീഡിയം ഗ്രോത്ത്, ഹൈ ഗ്രോത്ത് അല്ലെങ്കിൽ ഹൈ ഗ്രോത്ത്. അപ്പൊ ഈ 3 ഏരിയയിൽ നമുക്ക് നമ്മുടെ ഫണ്ട് 100,000 ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഈ 3 ഇടുവോ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ തന്നെ ഇടുകയോ ചെയ്യാം. അല്ല, ഈ ഓപ്ഷൻസ് എല്ലാം ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. നമുക്ക് എവിടെ വേണേലും ചൂസ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഫണ്ട് 100,000 നമ്മുടെ ഫണ്ടിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 50,000 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഈ 50,000 ഏത് രീതിയിൽ എത്ര പെർസെന്റേജ് വെച്ച് ഓരോ ഏരിയയിൽ ഇടണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഈ ഹൈ ഗ്രോത്ത് പറയുവാണെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ഷെയർസിലും ഓസ്ട്രേലിയൻ ഷെയർസിലും ഒക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റിട്ടേൺ എപ്പോഴും കൂടുതലായിരിക്കും. ഈ ഹൈ ഗ്രോത്തിൽ മിക്കവാറും ഫണ്ടുകൾ റിട്ടേൺ തരുന്നത് ഒരു 8 to 11% വരെ റിട്ടേൺ പെർ ഇയർ കിട്ടാറുണ്ട്. ഇപ്പൊ ലോ ഗ്രോത്ത് ഏരിയ അല്ലെങ്കിൽ കൺസർവേറ്റീവിൽ ഇടുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ക്യാഷ് അല്ലെങ്കിൽ ടേം ഡെപ്പോസിറ്റുകളിലാണ് അവർ ഇടുന്നത്. ജസ്റ്റ് ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് യൂഷ്വലി ഒരു 2 to 3% വർഷം കിട്ടുള്ളൂ. അപ്പം ഇപ്പൊ ഞാനും ചേട്ടായി ഒരേ സമയത്ത് ജോലി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഒരേ ജോലി ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ ഞാൻ കുറച്ചുകൂടെ സൂപ്പറിലൊക്കെ നോക്കുന്ന ഒരാളാണ്. ചേട്ടായി അതിനെക്കുറിച്ച് ബോധേടല്ല. ഒരു 10 വർഷം കഴിയുമ്പം ചേട്ടായി ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്ന
അക്കൗണ്ട് ഏതാണോ അതിനനുസരിച്ചുള്ള റിട്ടേണും ഞാൻ നോക്കി ഹൈ ഗ്രോത്തിലൊക്കെ ഇടുന്ന ഒരാളാണെങ്കിൽ എന്റെ റിട്ടേൺ ചിലപ്പം നിങ്ങളുടേതിനേക്കാളും ഒരു 10-20,000 കൂടുതലായിരിക്കും. ഒരു 10 വർഷം കഴിയുമ്പോൾ 20,000 അല്ല, അതിന് മേളിലായിരിക്കും. പക്ഷേ ഈ ഹൈ ഗ്രോത്തിന്റെ റിട്ടേൺ എപ്പോഴും ഹൈ ആയിരിക്കും, 9 to 10% ഒക്കെ ആയിരിക്കും. അപ്പൊ പലപ്പോഴും റീഡ് ചെയ്യുമ്പോഴൊക്കെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യങ് ഏജിൽ നമ്മൾ ഈ റിസ്ക് എടുക്കുന്നത് കൊണ്ട് ഒരു ബാലൻസ്ഡ് റിസ്ക് ആണ്. അതുകൊണ്ട് ഒരു നഷ്ടം നമുക്ക് വരുന്നില്ല. നമുക്ക് ഈ പൈസ ടച്ച് ചെയ്യാൻ പറ്റില്ല. ഇത് 60 വയസ്സിലേ ഉള്ളൂ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 1-2 കണ്ടീഷൻസ് ഉണ്ട്. ടെർമിനൽ ഇല്ല് അല്ലെങ്കിൽ നമ്മുടെ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ വന്ന് സർട്ടൻ കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ നമുക്കിത് ആക്സസ് ചെയ്യാം. അപ്പം ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഇപ്പം എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്ന ഒരു എക്കണോമി ക്രാഷ് ഉണ്ടായ ഒരു സമയത്ത്, ഒരു 6-7 വർഷം മുമ്പ് ഒരു ക്രാഷ് ഉണ്ടായ സമയത്ത് ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ മുഴുവൻ നേരെ കൺസർവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റിയിട്ടു. ആ മാറ്റിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് എൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ എൻ്റെ സൂപ്പർ ഫണ്ട് പ്രൊട്ടക്റ്റഡ് ആണെന്നാണ്. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്കണോമിക് ടർബുലൻസ് അറിയുന്നത് അത് സംഭവിച്ചതിന് ശേഷമാണ് നമ്മൾ എപ്പോഴും അറിയുന്നത്. നമ്മളിതെല്ലാം കഴിഞ്ഞ് മാറാൻ ചെല്ലുമ്പോഴത്തേക്ക് ഓൾറെഡി ഈ ടർബുലൻസ് കഴിഞ്ഞു കാണും. അപ്പം ഇത് മാറ്റി നമ്മൾ പേപ്പർ വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ പോയി മാറ്റി കഴിയുമ്പോൾ ഇത് ഇംപ്ലിമെന്റ് ആണെങ്കിൽ ഒരു 1 വീക്ക് ടൈം എടുക്കും. അപ്പൊ ഇത് ഞാൻ മാറ്റി, പിന്നെ ഞാനത് മറന്നു. പിന്നെ ഞാൻ 1 വർഷം കഴിഞ്ഞാണ് പിന്നെ പോയി ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ ആ ലോ ഗ്രോത്തിൽ തന്നെ കിടക്കുമായിരുന്നു. ആ വർഷത്തെ എൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് വെറും ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എനിക്ക് വന്നു. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതേസമയം ഞാൻ ഇതൊന്നും ചെയ്യാതിരിക്കുവായിരുന്നെങ്കിൽ ഈ മാർക്കറ്റ് ടർബുലൻസ് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി കയറി വരുമായിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇതൊന്നും ചെയ്യാതിരുന്ന ആൾ ഞാൻ നോക്കിയപ്പം അവന്റെ താഴോട്ട് വന്നു അതുപോലെ തന്നെ വീണ്ടും കയറി വന്നു. റിട്ടേൺ അവന് കൂടുതൽ പോയി. പിന്നെ ഞാനിത് മാറ്റി വീണ്ടും ഹൈ ഗ്രോത്തിലോട്ട് ഇട്ട് എല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്ക് എന്നെക്കാളും ഒരു $5,000 അവന്റെ ഗ്രോത്ത് ഓൾറെഡി കൂടി. അപ്പൊ നമ്മൾ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോട് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ഈ ചില സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ അതേപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാലും ഈ എക്കണോമിക് ക്രാഷുകൾ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി റിക്കവർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പൈസ തിരിച്ച് അതുപോലെ തന്നെ കയറി വരികയും ചെയ്യും. അത് ഇതേ ഓരോ ദിവസം പോയി നോക്കി നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതപ്പം പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ നിന്നും നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഏത് കാറ്റഗറിയിലാണ് കിടക്കുന്നത്, അതിനനുസരിച്ച് റിസ്ക് എടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഹൈ ഗ്രോത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും റിട്ടേൺ കിട്ടുന്നു, അല്ലെങ്കിൽ ബാലൻസ് ഗ്രോത്തിൽ ഇട്ട് അത് കമ്പൽസറി ആയിട്ട് ഹൈ ഗ്രോത്തില് ഇത്ര കിട്ടണം അങ്ങനെ ഗവൺമെന്റിന് കണക്കുമല്ലോ? അങ്ങനെ കണക്കില്ല. അത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ കമ്പനികളെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർക്കൊരു ടീം ഇരുന്ന് പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിത് ഹൈ റിസ്ക് എന്ന് പറഞ്ഞാലും അതിന്റെ പുറകിൽ ഒരു ടീം ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇൻഡസ്ട്രി ഫണ്ട് അണ്ടർ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ മെമ്പേഴ്സ് മൂവ് ഔട്ട് ചെയ്യും. കമ്പൽസറി ആയിട്ട് അവരത് പെർഫോമൻസ് ബാലൻസ് ചെയ്തേ പോവുള്ളൂ. അപ്പൊ നമുക്കത് റിസ്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹൈ റിസ്ക് ഒന്നും നമുക്കില്ല. ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് നമുക്ക് അല്ലെങ്കിൽ ഹൈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നും വരികയില്ല, റിസ്ക് കുറവാണ്. അപ്പം ഇവിടെ വരുന്ന പുതിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ തുടക്കക്കാരായിട്ടുള്ള നമ്മുടെ പുതിയ ജനറേഷന് ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പറിനെ കുറിച്ച് അവെയർ ആയിരിക്കുക, ആ അക്കൗണ്ടിൽ പോയി ചെക്ക് ചെയ്യുക നമ്മുടെ സൂപ്പർ എങ്ങനെ പെർഫോം ചെയ്യുന്നു. ആദ്യത്തെ വർഷങ്ങളിലൊന്നും നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ വറി ചെയ്യേണ്ട, അതിനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഹൈ ഗ്രോത്തിലേക്ക് ഇടുന്നവരാണെങ്കിൽ നമുക്ക് അതിന്റെ പെർഫോമൻസ് കാണാൻ പറ്റും. ഒരു 4-5 വർഷം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് അതിന്റെ റിട്ടേണിന് കറക്റ്റായിട്ട് എത്രത്തോളം ഗ്രോ ആകുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഈ സൂപ്പറിന്റെ മാക്സിമം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു വർഷം കൺസെഷണൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 30,000 ആണ്. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 11,000 ആണെങ്കിൽ ബാലൻസ് എമൗണ്ട് നമുക്ക് സ്റ്റില് നമ്മുടെ ഔട്ട് ഓഫ് പോക്കറ്റ് നമുക്ക് വീണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാം. കൺസെഷണൽ കോൺട്രിബ്യൂഷൻ അപ് ടു 30,000 വരെ ഒരു വർഷം നമുക്ക് ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ട്. അപ്പൊ അത് നമ്മുടെ സാലറിയിൽ നിന്ന് തന്നെ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പൊ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു 40-50 ഒക്കെ ആയി റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെയുള്ള ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഒക്കെ പറയുന്ന അനുസരിച്ച് $200 $300 ആ ഒരു എമൗണ്ട് എവറി മന്ത് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ കൂടാതെ
ഈ ഒരു എമൗണ്ട് കൂടെ അഡീഷണൽ ആയിട്ട് നമ്മുടെ അപ്പൊ അത് നമ്മുടെ എംപ്ലോയറോട് പറഞ്ഞാൽ മതി, അതോ നമുക്ക് തന്നെ നമ്മുടെ എംപ്ലോയറോട് പറഞ്ഞിട്ട് നമ്മുടെ ബിഫോർ ടാക്സ് ആണ് അത് കട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടാക്സും പോകുന്നില്ല. ആ ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. അപ്പൊ എക്സ്ട്രാ കോൺട്രിബ്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ 50 100 എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നത് നല്ലതാണ്. അതിന്റെ എല്ലാ ബെനിഫിറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ റിട്ടയർമെന്റ് ഏജ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫണ്ട് എത്ര വലുതാകുന്നു അതിനനുസരിച്ച് നമ്മുടെ റിട്ടയർമെന്റ് കുറച്ചുകൂടെ ഈസിയർ ആയിരിക്കും. നമുക്ക് അത്രയും എമൗണ്ട് നമുക്ക് റിട്ടയർമെന്റിൽ നമുക്ക് മന്ത്ലി എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻ കൂടെ നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. ആ ഒരു ഇതോടെ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ ഇൻവെസ്റ്റ്മെന്റ് വേറെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പോലെ തന്നെ റിട്ടേൺ കിട്ടുന്ന ഒരു സംഭവമായിരിക്കുമല്ലോ ഈ പറഞ്ഞ എക്സ്ട്രാ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ വീട് മേടിച്ച് പൈസ ഉണ്ടാക്കുന്നത് പോലെയൊക്കെ തന്നെ. തീർച്ചയായിട്ടും അതുപോലെ തന്നെയുള്ള ഒരു ഏരിയ ആണ് സൂപ്പറിലേക്ക് ഉള്ള ഇൻവെസ്റ്റ്മെന്റ്. അതുകൊണ്ടാണ് നമ്മൾ അന്ന് SMS വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞത് എന്താണ് നമുക്ക് ഓൾറെഡി ഇൻഡസ്ട്രി സൂപ്പർ ഫണ്ട് റിട്ടേൺ കിട്ടുന്നത്. അത് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 300,000 ഹസ്ബൻഡ് ആൻഡ് വൈഫിനോട് സൂപ്പറിൽ ഉണ്ടെങ്കിൽ ഒരു 8% ആവറേജ് റിട്ടേൺ കിട്ടുന്ന ഫണ്ട് ആണെങ്കിൽ നമ്മുടെ ഒരു വർഷത്തെ 300,000 റിട്ടേൺ എന്ന് പറയുന്നത് 24,000 ആയി. ഈ 24,000 5 വർഷം ആകുമ്പോൾ 125,000 ആയി. കൂടാതെ ഈ സൂപ്പറിന്റെ ഒരു അടുത്ത ഒരു മാജിക് എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് ആണ്. അപ്പൊ ഈ ഓരോ വർഷവും കിട്ടുന്ന റിട്ടേൺ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അതിന്റെ കോമ്പൗണ്ടിങ് കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മള് ഒരു 8% 9% റിട്ടേൺ ഉള്ള ഫണ്ട് ആണെങ്കിൽ ഒരു 9 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഫണ്ട് ഡബിൾ ആവും. അപ്പൊ 100,000 ഉണ്ടെങ്കിൽ ഒരു 9 years ആകുമ്പോൾ 200,000 ആയി. അപ്പൊ ആദ്യത്തെ ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ മാജിക് ഫിഗർ നമുക്ക് കാണാൻ പറ്റും. ആദ്യ കാലഘട്ടങ്ങളിൽ പറ്റിയല്ല. ഒരു 10 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്ട്രാ കോൺട്രിബ്യൂഷനോട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു യങ് ഏജിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് റിട്ടയർമെന്റ് ആകുമ്പോൾ ഈസി ആയിട്ട് ഒരു ലംസം നല്ലൊരു എമൗണ്ടിലേക്ക് എത്താൻ പറ്റും. അങ്ങനെയുള്ള മില്യൺസ് അക്കൗണ്ടിലുള്ള ആൾക്കാർ ഓസ്ട്രേലിയയിൽ ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ പുതിയ ടാക്സുകളൊക്കെ ഗവൺമെന്റ് കൊണ്ടുവരാൻ നോക്കുന്നത്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, സൂപ്പറിലുള്ള ഇൻവെസ്റ്റ്മെന്റ് റിട്ടേണിന് 15% ടാക്സേ ഉള്ളൂ. ആ ടാക്സ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫണ്ട് തന്നെ ആ ടാക്സ് പേ ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആണ് നമുക്ക് കോൺട്രിബ്യൂഷൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മളതൊന്നും അറിയേണ്ട ആവശ്യമില്ല, അവർ തന്നെ എല്ലാം മാനേജ് ചെയ്യുന്നു. പിന്നെ പെൻഷൻ ഏജ് ആയി കഴിഞ്ഞ് നമ്മുടെ ഈ സൂപ്പർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന പൈസക്ക് നോ ടാക്സ്. 60 കഴിഞ്ഞിട്ട് നമ്മുടെ സൂപ്പർ ഫണ്ടിൽ സേ $5 ലക്ഷം ഉണ്ട്. അത് ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഓരോ വർഷം കിട്ടുന്ന റിട്ടേൺ ഉണ്ടല്ലോ, അതിന് ടാക്സ് ഇല്ല. ആ ഒരു ബ്യൂട്ടിയും കൂടി ഉണ്ട്. ഓസ്ട്രേലിയൻ സൂപ്പർ ആനുവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് വൺ ഓഫ് ദ റോബസ്റ്റ് സിസ്റ്റം ഇൻ ദ വേൾഡ് ആണ്. നമ്മളിപ്പം ഇന്ത്യയിലേക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ സിസ്റ്റം ഡിഫറെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു നല്ലൊരു റോബസ്റ്റ് സിസ്റ്റമാണ്. അത് സാധാരണഗതി പിന്നെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ ഇൻഡസ്ട്രി സൂപ്പർ ഫണ്ടുകൾ എന്തെങ്കിലും കൊളാപ്സ് ആയാൽ എന്ത് പറ്റും. അത് കൊളാപ്സ് ആകാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഒത്തിരി റെഗുലേഷനിലാണ് ഇൻഡസ്ട്രി സൂപ്പർ ഫണ്ടുകൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് തന്നെ അത് പ്രൊട്ടക്റ്റഡുമാണ്. അത് അങ്ങനെ താഴോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ ഹോപ്പ്ഫുള്ളി നമുക്ക് പുതിയതായിട്ട് വരുന്നവർക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകട്ടെ. ആദ്യകാലം മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. ഞങ്ങളൊന്നും വന്നപ്പോൾ ചെയ്യാഞ്ഞ കാര്യങ്ങളാണ്. ആദ്യകാലം മുതലേ നമ്മുടെ സൂപ്പർ ഫണ്ട് ഒന്ന് വാച്ച് ചെയ്യുക, അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാന്ന് നോക്കുക. മാക്സിമം റിട്ടേൺ ഉള്ളത് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിന്റെ ബെനിഫിറ്റ് ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? സൂപ്പർ ആനിമേഷനെ പറ്റിയുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ജോബിൻ തന്നു കഴിഞ്ഞല്ലോ. സത്യത്തില് ജോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോർഗേജ് ബ്രോക്കർ ആണെങ്കിൽ പോലും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇഷ്ടംപോലെ ഇപ്പൊ ജോബിനോടാണേലും എന്നോടൊക്കെ ആണേലും കമന്റുകളിൽ കൂടെയൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഈ സൂപ്പർ ആനിമേഷന്റെ കാര്യങ്ങൾ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാവോന്നും ചോദിച്ച് ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിലാണ് ജോബിന്റെ അറിവുകൾ ഈ പറഞ്ഞ പോലെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൾക്കാർക്ക് പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ പല പല ഗ്രൂപ്പുകളുണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു വീഡിയോകൾക്കായിട്ട് എൻ്റെ പേജ് ഫോളോയും ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ കാണുന്നതോടെ വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ താങ്ക് യു ജോബിൻ. താങ്ക് യു.